ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരിൽ പോലീസ് മൈതാനിയിൽ ഓണം ഫെയർ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാസിന് കമ്പ്യൂട്ടർ ക്ലബിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞത്. മാസിൻ്റെ കമ്പ്യൂട്ടറിന് എന്തോ തകരാറ് വന്നിട്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ക്ലബിലേക്ക് പോകാനുള്ള ദിവസം തന്നെ ഓണം ഫെയർ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കണ്ണൂരേക്ക് വിട്ടിട്ടുണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ സ്കൂളുണ്ടായിരുന്നത് കൊണ്ട് അവരെ കൂട്ടാതെയാണ് കേട്ടോ പോയത്. ഈ പ്രാവശ്യത്തെ ഓണം ഫെയർ ലണ്ടൻ ബ്രിഡ്ജിൻ്റെയും ഡിസ്നി ലാൻഡിൻ്റെയും ഒക്കെ തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആളൊന്നിക്ക് 80 റുപ്പീസാണ് എൻട്രി ഫീസ്. എങ്കിലും ലണ്ടൻ ബ്രിഡ്ജിൻ്റെയും ഡിസ്നി ലാൻഡിൻ്റെയും ഒക്കെ തനത് രൂപത്തിൽ സെറ്റിട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കാശ് അത്ര കൂടുതലാണെന്ന് പറയാനാകില്ല. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ പോയപ്പോഴാണ് ഇതിനു മുമ്പ് ഇതുപോലെ നല്ല അടിപൊളി സെറ്റൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും മാസിനും ചേർന്ന് ഒട്ടാകെ ഒന്ന് ചുറ്റി നടന്ന് കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഡിസ്നി ലാൻഡൊക്കെ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ മറ്റ് വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ തന്നെ അവർ കഴിയുന്നത് അതുപോലെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ ഒരു വലിയ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് സ്നാക്സ് ഐറ്റംസ് ആയിട്ടും ജ്യൂസ്, ടീ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബജ്ജി മുളകിനും ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബജ്ജി മുളക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എന്തോ തണുത്തിട്ടോ അല്ല എന്താണെന്നറിയില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല. വലിയ ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഗോബി മഞ്ചൂരിയന് നല്ല ടേസ്റ്റി ആയിരുന്നു, ക്രിസ്പി ആയിരുന്നു. മാസിന് ഗോബി മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കാഴ്ചകൾ കണ്ട് നടന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഈ ഓണം ഫെയറിനൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് മാസിനോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. മാസിന് ലൈസൻസ് കിട്ടിയതിന് ശേഷം സ്റ്റിയറിങ്ങിൻ്റെ ആധിപത്യം തന്നെ ഏറ്റെടുത്ത മട്ടാണ്. ഞാനേതായാലും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് വളരെ അലേർട്ടായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ എല്ലാ യാത്രയും ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. പക്ഷേ മാസിന് കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൈഡ് സീറ്റിലേക്ക് ഒതുങ്ങി കൊടുത്തേ ശരിയാവൂ. അതുകൊണ്ട് തന്നെ മാസിനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ഫിഷസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മത്തിയോ അയിലയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓണം ഫെയർ ചെന്നപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് ഗ്ലാസ്സസ് ആണ്, പിന്നെ ഒരു സ്പ്രെയർ മേടിച്ചു. പിന്നെ ഇതാ ഈ മൺഭരണി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വൈപ്പർ മാസി വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഈ ഒരു അലൂമിനിയം ബൗളും അപ്പൂനും റിഫൂട്ടിക്കും കളിക്കാനൊരു ടോയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ട സമയമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് സുഷി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. മാസി കുറേ നാളായിട്ട് സുഷി ഉണ്ടാക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും ഇതിൻ്റെ സീവീഡ് റാപ്പ് കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലോ. നമ്മളതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടാണ് ഇതെത്തിയത്. അപ്പം ഇത് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇവർക്ക് ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. റൈസ് തയ്യാറാക്കാൻ കുറച്ച് റോ റൈസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ട് ഒന്ന് നന്നായി കഴുകി എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. സുഷിക്കുള്ള ചോറ് തയ്യാറാക്കേണ്ടത് നന്നായിട്ട് വെന്തുടഞ്ഞ രീതിയിലാണല്ലോ. അപ്പോൾ അതിനുള്ള പാകത്തിന് ആകുന്നവരെ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി.
ശരിക്കും സുഷിക്ക് വേണ്ടിയിട്ട് റോ ഫിഷാണ് കേട്ടോ എടുക്കാറ്. നമുക്കത് ശരിയാവാത്തത് കൊണ്ട് തന്നെ ഞാൻ പൊരിച്ച മീനിൻ്റെ മുള്ളൊക്കെ നീക്കിയിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ മീൻ അവിടുന്ന് ഫ്രൈ ആകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ കക്കിരിയൊക്കെ നന്നായി തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന അരിയൊക്കെ നീക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മീനിലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം മീനിൻ്റെ അലയുടെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറൊന്ന് ആറി തുടങ്ങണം. നമ്മൾ ചൂടുള്ള ചോറ് എടുത്തിട്ട് ഈ നോറി ഷീറ്റിലേക്ക് വെച്ചാൽ അതങ്ങ് ഉരുകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കുറച്ച് തണുക്കുന്നത് വരെ മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഈ നിവർത്തി വെച്ചിരിക്കുന്ന നോറി ഷീറ്റിൻ്റെ പകുതി ഭാഗത്തിലേക്ക് ഈ ചോറിന് നന്നായിട്ട് കൈവച്ചിട്ട്, നമുക്കിപ്പോൾ ചോറ് നന്നായിട്ട് പരത്തി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ചോറ് തട്ടിക്കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് നിരന്ന് വരും കേട്ടോ. ഈ നോറി ഷീറ്റിൽ ചോറ് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം മാത്രം നിരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും കക്കുംബറും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനും ഒക്കെ ചേർത്ത് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണല്ലോ നമ്മൾ സുഷി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെയാണല്ലോ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് സോയ സോസ് കൂടി ചേർത്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ സീവീഡ് റാപ്പിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന് ഒരു ഉണക്കച്ചെമ്മീൻ്റെ ഒക്കെ സ്മെല്ല് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു തരം ഫീലാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിനകത്തെ സാധനമൊക്കെ ഇഷ്ടമായി, പക്ഷെ പുറത്ത് വെച്ചിരിക്കുന്ന ആ റാപ്പ് തീരെ ഇഷ്ടമായിട്ടില്ല. ഏതായാലും ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് ജാപ്പനീസ്, കൊറിയൻ ഇങ്ങനത്തെ ഫുഡിനോടൊക്കെ വലിയ താല്പര്യമാണല്ലോ. പക്ഷെ നമ്മുടെ നാവിലെ രുചിമുകളങ്ങൾ അവയിൽ പലതുമായും പൊരുത്തപ്പെടില്ലെന്ന് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. ഇവർക്ക് സുഷി ഇഷ്ടമായില്ലെങ്കിലും ടെറിയാക്കി ചിക്കനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ഫേവറേറ്റ് ആണ് ഇവരുടേത്. മുമ്പ് ഞാനതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.